കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കോ. സോറി, വേഗമായിക്കോട്ടെ. കളരിക്കൽ മുറ്റത്തെ കടന്നിരുന്നോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, ആദരേത് ഞാനാ, CM. എന്താ CMA? എവിടുന്നാ? അങ്കത്തട്ടിന്നാ. അങ്കത്തട്ടിന്നോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം. ഫോൺ നജീബിനൊന്ന് കൊടുത്തേ. ശരി. നജീക്ക, CM വിളിക്കുന്നു. കാവിലേക്കുള്ള പിരിവൊക്കെ കൊടുത്തതാ. പിരിവിനല്ല, സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് വന്നതാ. സാക്ഷികളോ? എന്ത് സാക്ഷികള്? അതൊക്കെ പ്രേമചന്ദ്രൻ മാനേജറോട് ചോദിക്കണം. നീ ധൈര്യമായിരിക്കും നജീബേ. ഈ CM പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കുന്നിടത്തോളം കാലം അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെതാ. കിട്ടി. ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വാ, അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കിയേക്കാം. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ച് കൂയിക്കരുത്. അച്യുതൻകുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും. താൻ ധൈര്യമായിട്ട് വാ. അകത്തേക്കാ? പിന്നല്ലാതെ, താനല്ലേ പ്രധാന സാക്ഷി. എന്റെ അമ്മ ഞാനില്ല. അകത്ത് കാലുകുത്തി കാല് വിട്ടു എന്നാ പറഞ്ഞേക്കണത്. അകത്ത് കാലുകുത്തിലെ തന്റെ കാര്യം ഞാൻ വിട്ടു. എന്റെ ഈശ്വര, ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചെന്നാ പറയണത്? ഇവരെ വിളിച്ചോണ്ടെന്നത് ഞാനാടാ. ഓഹോ, നീയായിരുന്നു. അതേടാ. ഇവൻ മാനേജർ പ്രേമേന്ദ്രൻ അല്ല, എനിക്കിട്ട് പാരപടിയാൻ നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ. നജീബിന്റെ ചിങ്കിടി. ചിങ്കിടി ഞാനല്ല, നീയാ. അച്യുതൻകുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമല്ലടാ നീ ആളായത്. പക്ഷെ ഈ CM പ്രേമചന്ദ്രനെ അതിനു മുമ്പേ നാട്ടുകാർ അറിയും. നീ CM ആണെങ്കിൽ ഞാൻ PM ആണടാ. എന്താ കൊട്ടണില്ലേ? ഈ PM പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. അത് ശരിയാ, പക്ഷെ പട്ടികളെ മാത്രമേ അറിയൂ. കടിച്ച് മുറിക്കണ്ട, പല്ല് കൊഴിയൂടാ. എന്താ ഇവിടെ? ഇവനോട് ചോദിക്ക്. എന്താടാ പ്രേമ? അംഗം കുറിക്കാൻ വന്നതാണ് മാതാ. അംഗം കുറിക്കാൻ നീ ആരടാ? ആരമായി ചന്തുവോ അല്ല തച്ചോളി തങ്കപ്പന? പേരും അഡ്രസ്സും ഒക്കെ തെറ്റിച്ച് പാടാ. എടോ, അഡ്രസ് ശരിയാക്കിട്ട് താനെന്താ അവർക്കൊക്കെ ലെറ്റർ അയക്കാൻ പോണോ? കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ എന്റെ പ്രേമേന്ദ്ര. അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തി. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ ഉറക്കെ വിളിക്കൂ. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ ഇങ്ങനെ പേടിച്ചാലാ? എന്താ ഇതൊക്കെ? എന്തിനാ നജീബ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മുകളിൽ അച്യുതൻകുട്ടിയുണ്ട്. ഉണ്ടെന്നറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അമ്മയ്ക്കൊന്നും തോന്നരുത്, ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ നാട്ടുകാരെ മുമ്പ് വെച്ച് വെല്ലുവിളിച്ച വായി പഴവും തിരികെ മിണ്ടായിരിക്കാൻ ഞാൻ വെറും കൊച്ച. ഈ നജീബ് വെറും PM പ്രേമേന്ദ്രനല്ല. PM-നെ തൊട്ട് കളിക്കണ്ട. നിന്നോടല്ല, സാക്ഷാൽ അച്യുതൻകുട്ടിയോട് അംഗം കുറിക്കാനാണ് ഞങ്ങൾ വന്നത്. പോത്തെ പാവം. ഒച്ചയും ബഹളവും കേട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചോണ്ട് പോവാൻ അജീബേ. ഇല്ലമ്മേ, ബിസിനസ്സിൽ അവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കാവുന്ന അവൻ വെല്ലുവിളിച്ചിരിക്കുക. അതേടാ, വെല്ലുവിളിച്ചത് ഞാൻ തന്നെയാ. അതിന് നാട്ടുകാരെയും കൂട്ടി തറവാട്ട് മുറ്റത്ത് വന്ന് കൂലിക്ക് ജയ് വിളിപ്പിച്ചത് കൊണ്ടായില്ല. എന്റെ ഒരു സഹായവും ഇല്ലാതെ അന്തസ്സായിട്ടൊരു ഇവന്റ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് കാണിക്കാൻ തന്നെയാ പോണത്. കാലണ്ടറിൽ കുറിച്ചിട്ടോ 24 മണിക്കൂർ. 24 മണിക്കൂർ എങ്ങനെ കലണ്ടറിൽ കുറിക്കുന്നത്? വാച്ചിൽ കുറിച്ചിട്ടാ. എങ്കിൽ കേട്ടോ, നിങ്ങൾ ജയിച്ചാൽ ഈ പ്രേമേന്ദ്രൻ താടി മീശയും അടിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് ചാന്ത് പൊട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എന്നാലേ ഞങ്ങൾ തോറ്റ ഈ നജീബ് തല മുട്ടയടിച്ച്. അമിതാവേശം വേണ്ടല്ലേ? എന്നാൽ കുറിച്ചിട്ടോ, ഇന്നു മുതൽ 12 ദിവസത്തിനകം കളരിക്കൽ അച്യുതൻകുട്ടിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ മൂക്കിന് താഴെ നാട് കിടുങ്ങുമാർ ഒരു സൂപ്പർ ഇവന്റ് പട്ടണമഠത്തിൽ നജീബ് നടത്തി കാണിച്ചു തരും. സാറിന് എന്താ വേണ്ടത്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ PM ആണ്. പുന്നകൈ മന്നൻ പ്രേമചന്ദ്രൻ. നിങ്ങളുടെ ബനാറസ് സാരിയുടെ കഴിഞ്ഞ ഇവന്റ് നടത്തി ഞങ്ങളായിരുന്നില്ലേ ഫ്രണ്ട്സ് ഗ്രൂപ്പ്? അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോറി സാർ, എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. എക്സ്ക്യൂസ് മീ സർ, വാട്ട് ഈസ് ദി പ്രോബ്ലം? മനസ്സിലായില്ല. ഞാന് ഇവിടുത്തെ പുതിയ മാനേജറാ, കോശി. ഐ സി അല്ല, കോശി, ജേക്കബ് കോശി. താങ്കൾ? ഞാൻ അച്ചുവേട്ടന്റെ അല്ല, ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ MD അച്യുതൻകുട്ടിയുടെ മാനേജറാ. അച്ചുവേട്ടൻ സാറ് വിളിച്ചു പറഞ്ഞിരുന്നു. ഓക്കെ, വരൂ. വരൂ. കാഞ്ചീപുരം സാരികളുടെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ. കുര്യച്ച മുതലാളി ഗൾഫിൽ പോയോ? ഇനിയെപ്പോ വരും? ലോഞ്ചിങ് ഇവന്റിന്റെ തലേന്ന്. അല്ല, അപ്പൊ ഇവന്റിന്റെ ഡിസൈൻ മുതലാളി കാണാതെ എങ്ങനെയാ? ഡിസൈൻസ് ഒക്കെ കണ്ടു, അപ്രൂവലും കൊടുത്തോ? ആർക്ക്? ഫ്രണ്ട്സ് ഈവന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് മിസ്റ്റർ പ്രേമേന്ദ്രൻ ആണ് വന്നത്. സാർ, ഞാനാണ് പ്രേമേന്ദ്രൻ. വാട്ട്? അയാളും പ്രേമേന്ദ്രൻ ആണല്ലോ പറഞ്ഞത്. ഒരു CM പ്രേമേന്ദ്രനാ? യെസ്, എക്സാക്ട്ലി, അത് തന്നെ. സാർ, അവൻ എക്സിക്യൂട്ടീവ് ഒന്നല്ല, വെറും തട്ടിക്കൂട്ടാ.
ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞുപോയ ന്യൂ ഫ്രണ്ട്സ് എന്ന ഫ്രോഡ് ഗ്രൂപ്പിന്റെ വെറും ഡൂപ്പ. CM എന്ന് പറഞ്ഞാൽ തന്റെ ചീറ്റിംഗ് മാസ്റ്റർ എന്നാണ്. എന്തായാലും MD ഡിസൈൻ കണ്ടു. ഒരു വെറൈറ്റി ഈവന്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തായമ്പക, പഞ്ചവാദ്യം, ചെണ്ട. സാറേ, ഇതൊക്കെ ഞങ്ങളും കുറെ കൊട്ടിച്ചിട്ടുള്ളതാ. പക്ഷേ ഇതൊക്കെ ലേഡീസ് ആണ് കൊട്ടുന്നത്. ഫുൾ ലേഡീസ്. ലേഡീസാ? ആ, എന്തായാലും MDക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഓക്കെ പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു. എടത്തെണ്ടി. എന്താ? സോറി സാർ, അവനെ പറഞ്ഞതാ. ആ, എന്തായാലും ആകെ ഒരു മേളമായിരിക്കും. ആണോ? ലേഡീസ് അല്ലേ കൊട്ടുന്നത്. ഓക്കെ. ലേഡീസാ? വെല്ലുവിളിച്ച് 10 നാൾ തികഞ്ഞില്ല. അതിനു മുമ്പ് അച്യുതൻകുട്ടിയെ കൊമ്പ് കുത്തിച്ചു. മതി, കലാപരിപാടികളൊക്കെ നിർത്തിക്കേ. ഓർഡർ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇവന്റ് നടത്തി കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇനി എന്തോന്ന് കാണിക്കാൻ? ആതിരെ നോക്കിക്കോ. അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഓഫീസ് പൂട്ടി താക്കോല് നജീബിന്റെ കാൽക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ നമസ്കരിക്കും. അങ്ങനെ അങ്ങ് ആകാശക്കോട്ട കെട്ടാൻ വരട്ടെ. ആ PM-ന്റെ പേരില് ഫൗള് കാണിച്ചിട്ട് ഈ ഓർഡർ തട്ടിയെടുത്തെന്നങ്ങനെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, കൊമ്പും കുലുക്ക് ചിഹ്നവും വിളിച്ചോണ്ടെങ്കിൽ വരും. ആ, അവൻ വരട്ടടി. ഒന്നാതാ ഇവനെ വിട്ട് ഒരു താലിമാല വാങ്ങിച്ച് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തെ കെട്ടിക്കും. അതിന് അച്യുതൻകുട്ടി ചിഹ്നം വിളിച്ചോണ്ട് വരണമെന്നൊന്നുമില്ല. നീ പറഞ്ഞ ഏത് പെണ്ണിന്റെയും കഴുത്ത് താലി കെട്ടാൻ ഞാൻ റെഡിയാ. നിന്നെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ലടാ പോത്തെ, അവനെ. അത് ശരി. അപ്പൊ അച്യുതൻകുട്ടിയെ പെണ്ണ് കെട്ടിക്കാനാണ് നാട്ടുകാരെ കൂട്ടിച്ചെന്ന് വെല്ലുവിളിച്ചതും എന്നെ കൊണ്ട് ഈ ഓർഡർ പിടിപ്പിച്ചതും ഒക്കെ? പിന്നല്ലാതെ. ഇതെന്താ നീ നേരത്തെ പറഞ്ഞത്? എടാ, ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് അവന്റെ കല്യാണം ഒഴിഞ്ഞുപോയതെന്നും അതുകൊണ്ടാണ് ആയുഷ്കാലം കല്യാണം കഴിക്കാതെ നടക്കുന്നതെന്നാണല്ലോ പറച്ചില്. ആ പറച്ചില് മാറ്റണമെന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തളയ്ക്കണം. ഇതിലും ഭേദം അയാളെ കൊണ്ട് എന്നെ ചവിട്ടി കീറിക്കായിരുന്നു. നീ സമാധാനിക്ക്, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പിന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഉടനെ നടക്കും. എന്ത്? ഈ ചവിട്ടിക്കീറല്ലേ, നീയാണല്ലോ ഫൗള് കാണിച്ച് ഓർഡർ പിടിച്ചത്. എടാ മഹാഭാവി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ആണല്ലോ. പിന്നല്ലാതെ. ആ നന്ദി വേണോടാ, ആ നന്ദി വേണം. ആ, ഇതെവിടത്തെ ന്യായം? നന്ദി എന്തിന്? എന്റെ ചെനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് PM പ്രേമേന്ദ്രൻ എന്ന അലവലാതിയെ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. മാം. യെസ്. only sarees, no jackets. No jackets? Call the bloody manager. ഹായ് എവരിബോഡി. ഞാൻ CM പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. Manager? യെസ്. Where are the jackets? അയ്യോ, Where are the jackets for the sarees? ഞാൻ മറന്നുപോയി. What? മറ കവർ നു കവർ നു മറന്നു പോയി, അത്രേ ഉള്ളൂ. Get out. നജീബേ. Fool. അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. നജീബേ, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാമ്പ്. അതെന്ത് വേണം ആയിക്കോട്ടെ. ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ ഡേ പോടെ എന്നൊന്നും വിളിച്ചേക്കരുത്, കുറച്ചില്ല. എനിക്കെന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക്. അത്ര ഉള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ MDയോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് MD മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാലെന്താ? ഡേ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കോട്ടിട്ടവൻ MD, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസം. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാലും അന്ന് നീ MD ആവും. ആ